സായന്തനം. മുതിർന്ന പൗരന്മാരും പോഷകാഹാരവും ന്യൂട്രീഷനിസ്റ്റായ ശുഭശ്രീ പ്രശാന്തുമായി മനീഷ് എം പി നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സായന്തനത്തിൻ്റെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ന്യൂട്രീഷനിസ്റ്റായ ശ്രീമതി ശുഭശ്രീ പ്രശാന്താണ്. നമുക്ക് മുതിർന്നവരിലെ ആഹാര രീതികളെക്കുറിച്ച്, പോഷകാഹാരത്തിനെക്കുറിച്ച് ഒക്കെ ചോദിച്ചറിയാം. പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇപ്പോൾ പൊതുവെ കേരളത്തിനെക്കുറിച്ച് പറയുന്നത് പ്രായമാകുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ ഒരു കേരളം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുതിർന്ന ആൾക്കാരിൽ പ്രത്യേകിച്ച് അങ്ങനെ തരംതിരിവുകൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പ്രായമാകുന്നതിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്കുണ്ട്. അത് മാത്രമല്ല, നമ്മളെ യങ്സ്റ്റേഴ്സ് എല്ലാം ജോലി തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടും ഇങ്ങനെ ഒരു ടോക്ക് ഇല്ലാതെ ഇല്ല. അപ്പോൾ നമുക്ക് പ്രായമായവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾഡ് ഏജിന് നമുക്ക് 3 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. അതായത് ഒരു 65 വയസ്സ് കാലഘട്ടം മുതൽ 75 വയസ്സ് കാലഘട്ടം വരെയുള്ള ആ വ്യക്തികളെ നമ്മൾ യങ് ഓൾഡ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഇപ്പം നമുക്കറിയാം ഏത് പ്രായക്കാർക്കും ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലേ. അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. എന്നിരുന്നാൽ പോലും അവരുടേതായ കുറേ കാര്യങ്ങൾ അവർക്ക് സ്വയം ചെയ്യാനും എന്നാൽ പോലും നന്നായിട്ട് യങ്സ്റ്റേഴ്സിനെ പോലെ തന്നെ ആരോഗ്യമുള്ളവരും ഉള്ളവർക്ക് ഒരു കാലഘട്ടം, അവർക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ തന്നെ ജീവിക്കാൻ പറ്റുന്ന ഒരു വിഭാഗക്കാരാണ് ആ ഒരു യങ് ഓൾഡ് എന്ന് പറയുന്നത്. അതിലും നമുക്ക് ചിലപ്പോൾ ഇപ്പം സ്ട്രോക്ക് പോലെയോ അങ്ങനെ എന്തെങ്കിലും ബെഡ്രിഡൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകാം. അത് എല്ലാ പ്രായത്തിലും ഉണ്ട്, ആ പ്രായത്തിലും ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ നോർമലി നമ്മൾ അവരെ യങ് ഓൾഡ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞു വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 75 മുതൽ 84 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം. അവർ നമ്മൾ ഓൾഡ് എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് സാധാരണയായിട്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കാലഘട്ടത്തിലുള്ള ആൾക്കാരെ കാട്ടി കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള പ്രായത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അവർക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ വരാം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ വീട്ടിൽ തന്നെ ഒറ്റപ്പെട്ടു പോകാം. മീൻസ് യാത്രകൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ കൂടെ കൂട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ തന്നെ വീട്ടിലിപ്പോൾ ഒരു ഹോം നേഴ്സിന് സഹായത്തോടെ വീട്ടിൽ ആക്കിയിട്ട് പോകുന്ന ആ ഒരു അവസ്ഥയാണ് ഓൾഡ് എന്നാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് 85 വയസ്സിന് മുകളിലുള്ള ഒരു കാലഘട്ടം. അവർ നമ്മൾ ഓൾഡസ്റ്റ് ഓൾ എന്ന് പറയും. അതായത് ഈ ഒരു കാലഘട്ടം 85+ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പോലും 85+ന് അതിൻ്റെതായ തരംതിരിവുകളുണ്ട്. 80+ ആകുമ്പോഴത്തേക്കും അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവാം. ഈ ഒത്തിരി പ്രശ്നങ്ങൾ ഈ 85+ലും ഒരു 30+നെയും കാട്ടി ആരോഗ്യത്തോടെ ഇരിക്കുന്നവരുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നിരുന്നാലും നമ്മൾ നോർമലി ഒരു ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ അവരുടെ മസിൽസ് ഒക്കെ നന്നായിട്ട് വീക്കാകുന്ന ഒരു കാലഘട്ടമാണ് ഈ 85+ ആകുമ്പോഴത്തേക്കും. അപ്പോൾ അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു 3 കാലഘട്ടത്തിലും അവരുടേതായ ബുദ്ധിമുട്ടുകളും അവരുടേതായ പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഈ എല്ലാ കാലഘട്ടത്തിലും ഓൾഡ് ഏജിൽ ഒരു 80% ആൾക്കാരും അനുഭവിക്കുക എന്ന് പറയുന്നത് മാനസികമായ വെല്ലുവിളികളാണ്. അതായത് ഈ ഒറ്റപ്പെടലിൻ്റെ മാനസികമായ വെല്ലുവിളികൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇതിൻ്റെ പലതരത്തിലുള്ള ഓൾഡ് ഏജിനെ കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ തുടക്കത്തിലെ തന്നെ ചില ആൾക്കാർക്ക് ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും, ഭക്ഷണം കഴിക്കുന്നതിൽ ആഹാര രീതികളിലൊക്കെ വ്യത്യാസം വരും. ഇതെല്ലാം ഇവരുടെ ആരോഗ്യത്തിനെ ബാധിക്കില്ലേ? അതെ, ടേസ്റ്റിന് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പ്രായക്കാർക്കും ടേസ്റ്റ് ഒരു പ്രശ്നമാണ്. പക്ഷെ പ്രായമായവരുടെ ഒരു നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ഓൾഡ് ഏജിനെ കുറിച്ച് പറഞ്ഞു, ഓൾഡ് ഏജിനെ കുറിച്ച് പറഞ്ഞു. അവർക്കൊരു 84 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു യങ് കാലഘട്ടം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടവും നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് കാലഘട്ടവും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഭക്ഷണ രീതികളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലേ, ഭക്ഷണ സംസ്കാരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലേ. അവർക്ക് ആ ഒരു ഭക്ഷണ സംസ്കാരത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതും അവർക്ക് വരാം. പിന്നെ അവർക്ക് ഈ പ്രായമാകുന്നത് കൊണ്ട് തന്നെ അവരുടെ ടേസ്റ്റൊക്കെ കുറഞ്ഞു വരാം, രുചിഭേദങ്ങൾ അവർക്ക് കുറവ് വരും, അല്ലെങ്കിൽ രുചിമുകുളങ്ങൾ അവരെ ആ ടേസ്റ്റിനെ അവർ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകാം. പിന്നെ അവർക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്, ഡ്രൈ മൗത്ത് ആകുന്നവരുണ്ട്, കട്ടി ആഹാരങ്ങൾ ചവയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡെൻ്റൽ ഇഷ്യൂസ് ഉണ്ടാകാം. പിന്നെ അവർക്ക് മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ ഒത്തിരി മെഡിസിൻസ് എടുക്കുമ്പോൾ മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. ചില ഭക്ഷണങ്ങൾ മെഡിസിൻസ് കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് വായുടെ രുചിയുടെ വ്യത്യാസങ്ങൾ കൊണ്ട് മെഡിസിൻസ് കഴിക്കുമ്പോൾ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ അയണും സിങ്കും വൈറ്റമിൻ B12
തുടങ്ങിയ പോഷകങ്ങളുടെ അപര്യാപ്തത മൂലം രുചിഭേദങ്ങൾ ഉണ്ടാകാം. അപ്പം ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാം. പിന്നെ ഹോർമോണലായിട്ടുള്ള വ്യതിയാനങ്ങൾ, ശാരീരികമായിട്ട് ഹോർമോൺ ചേഞ്ച് വരുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ ന്യൂറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, ന്യൂറോളജിക്കൽസ് ആയിട്ടുള്ള കണ്ടീഷൻസ് കൊണ്ടുണ്ടാകുന്ന രുചി അറിയാൻ പറ്റാത്ത വ്യത്യാസങ്ങൾ, ഇങ്ങനെ അവർക്ക് ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവരും ഉണ്ട്. പോഷകാഹാരം എന്ന് പറയുന്നത് എല്ലാ പ്രായത്തിനും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ കൂടി ഈ മുതിർന്ന തലമുറയിലേക്ക് അല്ലെങ്കിൽ പ്രായമായവരുടെ കാര്യത്തിൽ വരുമ്പോൾ കുറച്ച് അധികം ശ്രദ്ധിക്കേണ്ടതില്ലേ? ഉണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ രുചിഭേദങ്ങൾ അവരെ കൂടുതൽ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവിധ ഭക്ഷണങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിൽ ഇൻടേക്ക് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കണമെന്നില്ല. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്ന ചില ആവശ്യമായ പോഷകങ്ങളുണ്ട്. അതായത് പ്രോട്ടീൻ, കാൽഷ്യം, വിറ്റാമിൻ ഡി, വൈറ്റമിൻ B12, omega-3 ഫാറ്റി ആസിഡ്സ്, പിന്നെ സിങ്ക്, അയൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിങ്ക്, അയൺ, മെഗ്നീഷ്യം, വൈറ്റമിൻ സി, അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ്, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ്, പിന്നെ ഫൈബർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വെള്ളം, ഇതൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഈ നമുക്ക് ഇൻ ടോട്ടലായിട്ട് വേണ്ട എല്ലാ ഭക്ഷ്യവസ്തുക്കളിലെയും ഉൾപ്പെടുന്ന പോഷകങ്ങൾ ഒരേ അളവിൽ അല്ലെങ്കിൽ ആവശ്യമായ അളവിലുള്ള ഇൻടേക്ക് അവരിൽ വരണമെന്ന് ഇല്ല. അതിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് പോഷകപരമായ അപര്യാപ്തതകൾ സംഭവിക്കും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ അത് ദഹനത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ, എളുപ്പം ദഹിക്കാത്ത പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എളുപ്പം ദഹിക്കുന്നത് അവയായിരിക്കണം. പിന്നെ പ്രഷറും അതുപോലുള്ള മറ്റു ബുദ്ധിമുട്ടുകളും ഉള്ളവർക്ക് ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ സ്വീകരിക്കേണ്ടി വരും. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ചില ആൾക്കാർക്ക് സോഡിയം കുറയുക, പൊട്ടാസ്യം കുറയുക പറഞ്ഞ പ്രശ്നങ്ങൾ, സോഡിയമൊക്കെ കുറഞ്ഞു വരാറുണ്ട്. അപ്പോൾ അങ്ങനെയപ്പോൾ സോഡിയം, ആവശ്യമായ സോഡിയം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ ഇങ്ങനെ അവരുടെ ആ ഒരു സമയം അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടം, അവരുടെ ആ കണ്ടീഷൻസ് നോക്കിയിട്ട് അവർക്ക് ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ദിനം പ്രതി അവരിൽ എത്തിക്കുക എന്നുള്ളതാണ് വീട്ടിലെ മറ്റുള്ളവരുടെ ഒരു കർത്തവ്യമായിട്ട് കാണേണ്ടത്. പൊതുവേ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ ഒരുപക്ഷെ പറ്റാത്ത ഒരവസ്ഥയിലേക്കായിരിക്കും പ്രായമാകുമ്പോഴത്തേക്ക് എത്തുന്നത്. എന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില രുചി വ്യത്യാസങ്ങൾ വരുന്നത് കാരണമുള്ള ടെൻഷനുകൾ വേറെ. അപ്പോൾ ഇതിനിടയിൽ എങ്ങനെയാണ് ഇവർക്ക് വേണ്ട ഈ പോഷകാഹാരം ഇവരിൽ എത്തിക്കാൻ പറ്റുക? നമ്മളെപ്പോഴും പറയല്ലേ, 6 വയസ്സും 60 വയസ്സും ഒരുപോലെയാണെന്ന് പറയും അല്ലേ. അതായത് പ്രായമായവരെ നമ്മൾ കുട്ടികളുമായി തന്നെ കണക്കാക്കുക. നമ്മളൊരു കുഞ്ഞു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊരു ഭക്ഷണം കൊടുക്കുകയാണ്, രാവിലെ ഒരു ഭക്ഷണം കൊടുക്കുന്നു, കുഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മമാരെന്ത് ചെയ്യും? ആ ഭക്ഷണം മാറ്റിയിട്ട് ഇഷ്ടമുള്ള മറ്റൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ മുതിർന്നവരുടെ കാര്യം വരുമ്പോൾ ആ ഒരു പരിഗണന അവർക്ക് കിട്ടുന്നില്ല. വാട്ടെവർ നമ്മളെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് അവർക്കും കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ഫോഴ്സായിട്ട് അത് കഴിക്കേണ്ടി വരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവരത് കഴിക്കുമില്ലെങ്കിൽ അവരത് മാറ്റി വെക്കുന്നു. പക്ഷെ ആ ഒരു സാഹചര്യം മാറിയിട്ട് അവരുടെ ഇഷ്ടങ്ങളും കൂടി മനസ്സിലാക്കി, അവരുടെ രുചിഭേദങ്ങൾ മനസ്സിലാക്കി, അവർക്കും കൂടി ആവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ അവർക്കും കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുക്കിംഗ് വീടുകളിൽ ഉണ്ടാകുന്നത് ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചിലർക്ക് ഒന്നിച്ച് കഴിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറേശ്ശെ അപ്പോഴപ്പോഴായിട്ട് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരിക്കും. ചവയ്ക്കാൻ, ഈ പല്ല് ഇല്ലാത്തവർക്ക് ചവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സോഫ്റ്റായിട്ടുള്ള അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അവർക്ക് ചവയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കുക്കിങ്ങിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് കുക്കിംഗ് കുറച്ചും കൂടെ ഈസിയാക്കാം. ഈ കുക്കിംഗ് ഈസിയാക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ നമുക്ക് പരിഗണിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഫുഡ്സിനെ മാഷപ്പ് ചെയ്തും ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം കടല കഴിക്കാൻ പറ്റുന്ന ഒരാൾക്കാണെങ്കിൽ നമുക്ക് കടല പുഴുങ്ങി കൊടുക്കാം. പുഴുങ്ങിയ കടല കഴിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കതിനെ മാഷപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങൾ അവർക്ക് നഷ്ടമാകാത്ത രീതിയിൽ കൊടുക്കാമല്ലോ. ഇപ്പം നോൺ വെജ് പ്രോട്ടീൻ ആവശ്യമായവർ അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കാത്തവർക്ക് അല്ലെങ്കിൽ നോൺ വെജിന് ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ അത് വേണ്ട, നമുക്ക് വെജിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അവരും നമ്മളിലൊരാളാണെന്ന് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങളും കൂടി മനസ്സിലാക്കി ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ അവരെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ന്യൂട്രീഷൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നമ്മളിപ്പോൾ ഒരു ഡെയിലി ഇന്നതൊക്കെ വേണം അങ്ങനെ ഒരു രീതിയുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് പുതിയ ഒരു മാറിയ ഒരു സാഹചര്യത്തിൽ, അതായത് നേരത്തെ സൂചിപ്പിച്ചില്ല, നമ്മളെ ടേസ്റ്റുകൾ മാറുന്നു, പുതിയ ഒരുപാട് ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വരുന്നു, അത് പരിചയമല്ലാത്ത ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന എന്നാൽ
വളരെ കുറഞ്ഞ അളവിലോ അല്ലെങ്കിൽ പറ്റുന്ന ഒരു റെഡിമെയ്ഡ് പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ അത് എഫക്റ്റീവ് ആയിരിക്കുമോ? സപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരുന്ന മറ്റ് അസുഖങ്ങളുള്ളവർക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും അപര്യാപ്തതകളുണ്ടെങ്കിൽ നമ്മൾ ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട് അല്ലേ, വിറ്റാമിൻ ടാബ്ലറ്റ്സ് കൊടുക്കണം. അതുപോലെ തന്നെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് കൊടുക്കാം. തീരെ നമുക്ക് ഇൻടേക്ക് പുവറായിട്ടുള്ള ഓൾഡ് ഏജിലായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അത്യാവശ്യം വേണ്ട പോഷകങ്ങളടങ്ങിയ സപ്ലിമെൻറ്റ്സ് നമ്മൾ വേണമെങ്കിൽ കൊടുക്കാം. അത് ഓരോ വ്യക്തിയെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ആ വ്യക്തിക്ക് എന്ത് കഴിക്കാം, ആ വ്യക്തിയുടെ മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണ്, ആ ഓരോ അസുഖങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സപ്ലിമെൻറ്റേഷൻസ് എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ കോമൺ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. അവരുടെ അസുഖങ്ങൾ പലർക്കും പല അസുഖങ്ങളുണ്ട്. കിഡ്നിക്ക് പ്രശ്നമുള്ളവരുണ്ട്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്, പിന്നെ അതുപോലെ തന്നെ കരൾ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഇതിൽ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചോളം വേറെ പല പ്രശ്നങ്ങളും. ഇപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും നമ്മളുടെ ഓൾഡ് ഏജ് നോക്കുകയാണെങ്കിൽ രണ്ടു പേർക്കും രണ്ട് രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഓൾഡർ മെയിൽസിനാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് കാണുന്നത് കാർഡിയോ വാസ്കുലർ കണ്ടീഷൻസ് ആണ്. അതുപോലെ തന്നെ സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ലങ് ക്യാൻസേഴ്സും പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സും ആണുങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. പിന്നെ അവർക്ക് ഡിമെൻഷ്യ നമ്മൾ ജെൻസിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, അത് സ്ത്രീകളിലുമുണ്ട്. ഓസ്റ്റിയോപൊറോസിസ് സ്ത്രീകളിലേക്ക് വരുന്നെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറും കോളൻ ക്യാൻസറും പോലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ തന്നെ യൂറിനറി പ്രോബ്ലംസ് നമ്മൾ നോക്കുമ്പോൾ പ്രായമായ സ്ത്രീകളിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാം. കാരണം മെനോപോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് അവർക്ക് കൂടുതലായിട്ടുണ്ട്. പിന്നെ ഡിപ്രഷനും ആൻസൈറ്റിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും. ഇനി പോഷകാഹാരത്തിൻ്റെ അത് നോക്കുന്നെങ്കിൽ നമ്മൾ മെയിൽസിനെ സംബന്ധിച്ച് മെയിൽസിനെക്കാളും നോക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് ചിലപ്പോൾ മാൽന്യൂട്രീഷൻ കാണാൻ പറ്റുന്നത് സ്ത്രീകളുടെ ഇടയിലും ആണ്. അപ്പോൾ ആ ഒരു ഇത് നോക്കിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ നോക്കിയിട്ട് നമുക്ക് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് അപര്യാപ്തത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റേഷൻസ് ആഡ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ യുവാക്കളെല്ലാവരും മറ്റ് നാടുകളിലേക്കൊക്കെ പോകുന്നത് കൊണ്ടുകൂടി കേരളം മുതിർന്ന തലമുറ ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറുന്നൊരു സമയം, അത് മാനസികമായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ന്യൂട്രീഷന് എന്തെങ്കിലും റോളുണ്ടോ? അതെ, മാനസികമായിട്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ. അതായത് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അതിപ്പോൾ ഏത് കാലഘട്ടത്തിലായാലും ഒറ്റപ്പെടൽ ഒരു പ്രശ്നം തന്നെയാണല്ലേ. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചോളം ഒറ്റപ്പെടൽ അവർക്കൊരു പ്രശ്നമല്ല. കാരണം അവർക്ക് ആ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ അവർക്ക് ഒരുപാട് പുതിയ പുതിയ മാർഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെടലിനെ അതിജീവിക്കുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മക്കളെല്ലാവരും വിദേശത്ത് പോവുകയും അമ്മ മാത്രം അല്ലെങ്കിൽ അച്ഛനും അമ്മയും മാത്രം വീട്ടിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ചില ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇതിന് നമുക്ക് അവർക്ക് മെൻ്റൽ ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് കൗൺസിലിങ്സ് ഒക്കെ കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റ് ഒരു സമൂഹമുണ്ട്, അവരുടേതായ ഒരു സമൂഹമുണ്ട്, അവരുമായിട്ട് മിങ്കിളയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കാം. അവർ ഒരിക്കലും ഒറ്റപ്പെട്ട് പോകാത്ത രീതിയിൽ. ഇപ്പോൾ എന്താ, നമുക്കിപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ കൂട്ടുകുടുംബമാണ്, പ്രായമായവരാണെങ്കിലും കുറേ പേർ ഒന്നിച്ചുണ്ടാകും. ഇപ്പോൾ എല്ലാം അണുകുടുംബങ്ങളാണ്. അപ്പോൾ അവർ ഒറ്റപ്പെട്ട് പോകാതിരിക്കാൻ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോംസ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് അതൊരു ബാധ്യതയാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അതൊരു ബേർഡനാണ്, അല്ലെങ്കിൽ അങ്ങനെ അവിടെ പോകുന്ന ഇഷ്ടമല്ല. പക്ഷെ അത് ആസ്വദിക്കുന്നവരുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരുപാട് പദ്ധതികളുണ്ട്. അതായത് പകൽ വീടുകളെന്ന് പറയും. ഇപ്പോൾ ജോലിക്ക് പോകുന്ന മക്കൾക്ക് ഇപ്പം നമ്മുടെ ഡേ കെയർ പോലെ, കുഞ്ഞുങ്ങളെ ഡേ കെയറിലാക്കുന്ന പോലെ നമുക്ക് വയസ്സായ മാതാപിതാക്കൾ നമുക്ക് ഡേ കെയർ പോലെ രാവിലെ കൊണ്ടാക്കിയിട്ട് വൈകിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള സംവിധാനങ്ങൾ എപ്പോഴും അനുഗ്രഹമാണ് അവർക്ക്. കാരണം രാവിലെ അവരും എൻഗേജ്ഡ് ആവുന്നു, അവർ രാവിലെ എണീക്കുന്നു, ഫ്രഷ് ആവുന്നു, നമ്മൾക്കൊപ്പം വരുന്നു, അവരുടേതായ ഒരു ആക്ടിവിറ്റീസിൽ, അവിടെ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് തിരിച്ച് വൈകുന്നേരം അവർ നമ്മൾക്കൊപ്പം വീട്ടിൽ വരുന്നു. അപ്പോൾ അവർ വീട്ടിൽ ഒറ്റപ്പെട്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് മാനസികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ പോഷകപരമായ കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് ഭക്ഷണമല്ല, ശരിക്കും അവർക്ക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം മാത്രമല്ല, അവരുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനാണ് നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് അവിടെ അവരുടേതായ കുറച്ച് എക്സസൈസസ് കൊടുക്കാം. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട് അല്ലെ, കളിക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവർക്ക് പസിൽ ഗെയിംസ്, മെമ്മറി ഗെയിംസ്, പിന്നെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവരെ ഇതിൽ നിന്ന് മാറ്റും. പിന്നെ ഈ പ്രായമായ ഓരോ സ്ത്രീകൾക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കും അവരെ എൻഗേജ് ആക്കിപ്പിക്കാനായിട്ട് ഇപ്പം നമുക്ക് പകൽ വീടുകളല്ലാത്ത തന്നെ നമുക്ക് ചുറ്റുവട്ടത്തുമുള്ള സാമൂഹികമായ ചില കാര്യങ്ങളിൽ അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. ഇപ്പം ഓരോ സ്ഥലങ്ങളിൽ മതപരമായിട്ട് ഒരുപാട്
കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പ്രായമായവർക്ക് ഡാൻസ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്. അതിലേക്ക് നമുക്ക് അവരെ ആക്റ്റീവാക്കി വിടുകയാണെങ്കിൽ അവരുടെ ഈ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്ന സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ഈ ഒറ്റപ്പെടൽ സ്ത്രീകളാണ് കൂടുതൽ അനുഭവിക്കുന്നത്. പുരുഷന്മാർ പിന്നെയും ഒന്നുമില്ലെങ്കിലും ജംഗ്ഷനിലോട്ട് പോവുകയും ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ പ്രായമായ സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ അവർ വീട്ടിൽ തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും പഴയ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ടാകാം, അവരത് ചെയ്യാൻ അനുവദിക്കുക. അങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത്. ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ സായന്ത്രത്തിൽ എല്ലാത്തിലും വേണ്ടത്. വെള്ളം എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യമല്ലേ? ഏത് പ്രായത്തിലും അത് പ്രധാനമാണെങ്കിൽ കൂടി മുതിർന്ന ഒരു അവസ്ഥയിലെത്തുമ്പോൾ പലപ്പോഴും മറവി കൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധ കുറവ് കൊണ്ടോ ഒക്കെ വെള്ളത്തിൻ്റെ ഇൻടേക്ക് പൊതുവെ കുറഞ്ഞു പോകുന്നതായി പറയപ്പെടാറുണ്ടല്ലോ. വെള്ളത്തിൻ്റെ ഇൻടേക്ക് കുറയുമ്പോൾ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആകുന്ന പ്രശ്നങ്ങളുണ്ടാകാം. പിന്നെ വെള്ളം കുറയുന്നത് മൂലം കിഡ്നി സംബന്ധം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരാം. വെള്ളം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അത് ഈ ഒരു പ്രായമായി കഴിയുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുന്നതും ദോഷമാണ്. എന്നുവെച്ചാൽ പൾമിനറി എഡിമ പോലുള്ള പ്രശ്നങ്ങൾ, നീരുണ്ടാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു ലിമിറ്റ് വെച്ച് 8 ഗ്ലാസ് വെള്ളം മുതൽ 10 ഗ്ലാസ് വെള്ളം വരെയെങ്കിലും ഒരു ദിവസം കുടിക്കുക, നന്നായിട്ട് യൂറിനേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സായന്ത്രത്തിൽ വേണ്ടത് അല്ലെങ്കിൽ ജീവിത സായന്ത്രത്തിൽ വേണ്ടത് എന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഈ ഹോബീസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിലെ തിരക്കുകൾ കൊണ്ടോ മറ്റോ ഒന്നും അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്ന ഇഷ്ടങ്ങൾ ചെയ്യാതെ പോയിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ സഹായിക്കില്ലേ? അതെ, ചില ആൾക്കാർ വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുക. അവർക്ക് വായിക്കാനുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് സമയമില്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങൾ അവരെ ആക്റ്റീവാക്കാൻ നമുക്ക് താല്പര്യം, പക്ഷേ അവർക്ക് പുറത്തു പോയി മിങ്കിൾ ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അവർക്ക് ഇപ്പോൾ അവരുടേതായ ഹോബീസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് താല്പര്യം. അപ്പോൾ അവരുടെ ഹോബി എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് അത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ദിവസവും രാവിലെയും മുതൽ വൈകുന്നേരം വരെ ഓഫീസുകളിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ വീട്ടിലെത്തിക്കഴിയുമ്പോൾ അവർക്കൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെടും. ഈ ഒരു റിട്ടയർഡ് കാലഘട്ടം, ഇത്രയും കാലം ആൾക്കാരുമായിട്ട് എല്ലാ സമയവും മിങ്കിൾ ചെയ്തിട്ടിരുന്നിട്ട് പെട്ടെന്ന് അവർ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അവർ നമ്മൾ അങ്ങനെയുള്ള യാത്രകൾക്ക് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് കൂടുതലും ആ ഒരു മിങ്കിൾനെസ് കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ റിട്ടയർഡ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അവർക്ക് ഈ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു നല്ല കാലഘട്ടം മൊത്തവും ജോലി ചെയ്തിട്ട് അവർക്കിപ്പോൾ വിശ്രമ ജീവിതം ആഗ്രഹിക്കുന്നവരും അവർ വിട്ടുപോയ കുറേ ആഗ്രഹങ്ങൾ ബാക്കിയുള്ളവരും ഉണ്ടാവും. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, ഡാൻസ് പോലുള്ള കാര്യങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരുപാട് സ്കൂൾസ് ഇപ്പോൾ ഉണ്ട്. അവരെ പഠിപ്പിക്കുക, അതിൽ പാട്ട് പഠിക്കും. നമ്മൾ ഒരുപാട് വായിക്കാറുണ്ടല്ലേ, 55 വയസ്സിന് ശേഷം MBBS പഠിച്ച കണ്ടായിരുന്നു, കഥയല്ല, ഇറ്റ്സ് റിയൽ. അപ്പോൾ അതുപോലെ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ മാനസികമായിട്ട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ ചെടികളെ പരിപാലിക്കുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത്, നമ്മൾ കഴിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കെമിക്കൽസ് അടങ്ങിയ ഒരുപാട് ഭക്ഷ്യവസ്തുക്കളുണ്ടല്ലേ. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പച്ചക്കറി വിത്തുകൾ, പൂക്കളുടെ വിത്തുകൾ, ഇതൊക്കെ അവർക്ക് വാങ്ങിക്കൊടുത്താൽ അവർക്കതൊരു കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെ പരിപാലിക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ അവർക്ക് പെറ്റ്സ് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. പെറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് പെറ്റ്സിനെ വാങ്ങിക്കൊടുക്കാൻ, അപ്പോൾ അവർക്ക് ഒറ്റപ്പെടൽ നിന്ന് എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാവും. പിന്നെ തന്നെ ഇത് മാത്രമല്ല, ഈ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ചില ചില സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ റിട്ടയർഡ് ആയാലും പ്രായമായവർക്കും അവരുടേതായ ചില കാര്യങ്ങൾ, ചില കൈത്തൊഴിലുകൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ആ സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അവർക്ക് അവരുടെ ഹോബീസിനെ മുന്നോട്ട് കൊണ്ടുപോകാം. അതുവഴി അവർക്കൊരു ഏർണിങ്ങും കിട്ടുന്ന രീതിയിൽ അവരുടേതായ കാര്യങ്ങളിൽ അവരെ എൻഗേജ്ഡ് ആക്കാൻ നമ്മൾ ശ്രമിക്കുക. കഴിവതും അവരെ അടച്ചിടാതിരിക്കുക. നിങ്ങൾക്കൊരു റെസ്ട്രിക്ഷൻ വെക്കരുത്, നമ്മൾ പുറത്തു പോകാൻ പാടില്ല. നമുക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഇറ്റ്സ് ഓക്കെ. അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ പോകുന്നെങ്കിൽ പൊക്കോട്ടെ, അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. പിന്നെ തീരെ പറ്റാത്തവരാണ് നമ്മളെന്താ പറയുന്നത്, ഈ പകൽ വീട് പോലുള്ള സ്ഥലങ്ങളിൽ അവരെ ആക്കി കൊടുക്കാൻ പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഫിസിക്കലിയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ ഹോബീസും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് കുറച്ചും കൂടി അവരുടെ ആ ഒരു
സായാഹ്നകാലം സന്തുഷ്ടമാക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ ഈ വ്യായാമം, നടപ്പ് എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള വ്യായാമം പോലും ഒരുപക്ഷെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് കഷ്ടമല്ലേ? അതെ, വ്യായാമം എന്ന് പറയുന്നത് ഏത് പ്രായക്കാർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ നടക്കാൻ പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർ നടക്കാൻ പോകാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനെയും കാട്ടി നല്ല ആരോഗ്യമുള്ളവരാണ് നമ്മൾ ഓൾഡ് ഏജേഴ്സ് എന്ന് വിളിച്ച് തരംതിരിച്ച് മാറ്റിവെക്കുന്ന ആൾക്കാർ. അവരുടെ ആരോഗ്യത്തിൻ്റെ പകുതി പോലും ഇന്നത്തെ മനുഷ്യർക്കുണ്ടെന്ന് എനിക്ക് സംശയമില്ല. കാരണം അവർ കഴിച്ച് വളർന്ന ഭക്ഷണം, അവർ ചെയ്ത് വളർന്ന സാഹചര്യമൊക്കെയാണ്. ഇന്നും നമുക്ക് വ്യായാമമില്ല. പണ്ട് നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, അന്ന് അരച്ചാൺ വയറിന് വേണ്ടി നമ്മൾ നടന്നു, ഇന്ന് അരച്ചാൺ വയർ കുറയ്ക്കാൻ വേണ്ടി നടക്കുന്നവരാണ് കൂടുതലും, അല്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ മാറി വരുന്നപ്പം പ്രായമായവർക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പ്രായമായവർ കുറച്ച് അഡമെൻസ് ഉണ്ട്. അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, അവർ ഭയങ്കര ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ളവരായിരിക്കും. അവരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ചില കാര്യങ്ങൾ അവർ അങ്ങനെ ചെയ്യത്തുള്ളൂ. അവരുടേതായ കുറേ ചിട്ടകളുണ്ട്. അവരെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മനുഷ്യരാണല്ലോ, എല്ലാവരും പല രീതിയിലായിരിക്കും. അപ്പം അവരുടേതായ ഇമോഷൻസും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കുറച്ച് അവരുടെ കാര്യങ്ങളും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വ്യായാമം, നമുക്ക് നടക്കാൻ പോകാം, അവർക്ക് ഇഷ്ടം നടക്കാൻ പോവാം. പിന്നെ ഈ പ്രായമായ, നമ്മൾ പറഞ്ഞ പോലെ ഈ ആദ്യത്തെ യങ് ഓൾഡിലുള്ളവർക്ക് സൈക്ലിംഗ് ഒക്കെ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളൊരു സൈക്ലിങ്ങിന് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ ഒരുപാട് പേര് ചേർന്ന് സായാഹ്നങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ചുറ്റുവട്ടത്തിരുന്ന്, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട്, അവർ ഒന്നിച്ചു കൂടി ഏതെങ്കിലും ചായക്കടയുടെ മുന്നിലോ അല്ലെങ്കിൽ അമ്പലങ്ങളുടെ ചുറ്റിലോ അല്ലെങ്കിൽ പള്ളിയുടെ ചുറ്റിലോ ഒക്കെ ഒന്നിച്ചിരുന്ന് അവർ കാര്യം പറഞ്ഞ് അവരുടെ സമയം ചിലവഴിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു തലസ്ഥാനമാണ് കേരളം എന്നാണല്ലോ പൊതുവെ പറയാറ്. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ പ്രായമായവരിൽ കുറച്ചുകൂടി കെയർ വേണ്ട ഒരു കാര്യമല്ലേ? ആ സമയത്തെ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ ജീവിതശൈലി രോഗങ്ങൾ നല്ല രീതിയിൽ കേരളത്തിലുണ്ട്. അത് നമുക്ക് പ്രായമായവരെന്ന് മാത്രം പറയാൻ പാടില്ല. ഇപ്പോഴുള്ള 35+ എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ ഈ ഓൾഡ് ഏജിലോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം പ്രമേഹമാണ്. അതിനോടൊപ്പം തന്നെ ഹൈപ്പർ ടെൻഷൻ, അതായത് ബ്ലഡ് പ്രഷർ. പിന്നെ ഇത് രണ്ടുമായിട്ട് യോജിച്ച് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കാർഡിയോ വാസ്കുലർ കണ്ടീഷൻസ്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ. ഇനി നന്നായി മദ്യപിക്കുന്നവർക്കും അല്ലെങ്കിൽ ഒത്തിരി, അതായത് പുറത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്കും തീരെ വ്യായാമം ഇല്ലാത്തവർക്കും ഒക്കെ ചിലപ്പോൾ കരൾ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ ചിലർ അഡമൻ്റ് ആണ്, അവരുടേതായ ഒരു രീതിയുണ്ട്. അവർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല തന്നെ. നമുക്കവരെ മാറ്റി കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് വ്യായാമത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിന്, നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണ സംസ്കാരമുണ്ട്. ആ രീതി നമ്മുടെ അങ്ങോട്ട് തുടർന്നു പോവേണ്ട ആവശ്യമില്ല. നമ്മുടെ ശാരീരികമായ അധ്വാനം എത്രയുണ്ട് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് നിശ്ചയിക്കാനായിട്ട്. ഇനി നമുക്ക് മറ്റ് അസുഖങ്ങളുണ്ടെങ്കിൽ അതിനൊരു ചിട്ട കൊണ്ടുവരണം. സമയബന്ധിതമായ ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും രാത്രിയിൽ വളരെ വൈകി ഭക്ഷണം കഴിക്കുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലെ ഭക്ഷ്യ സംസ്കാരം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് നമ്മളിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് മുതിർന്നവർക്കും ഉണ്ടാക്കും, അല്ലാത്തവരിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊരു കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ചിട്ടയായ ഒരു ഭക്ഷണ രീതി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഭക്ഷണത്തിന് ഒരു സമയബന്ധിതമായി ഭക്ഷണം കഴിക്കുക, കഴിക്കുന്ന ഭക്ഷണം ക്രമമായി കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ്, കുറേശ്ശെ അപ്പോഴപ്പോഴായി കഴിക്കുക. ഇങ്ങനെയൊക്കെയുള്ള, പൊതുവേ നമ്മൾ ഇച്ചിരി മുതിർന്ന ആൾക്കാരോട് പറയുകയാണെങ്കിൽ അവർ 3 നേരം മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, രാത്രി. അപ്പോൾ നമ്മൾ കുറേശ്ശെ അപ്പോഴപ്പോഴായി കഴിക്കാൻ പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുക മോശമല്ലേ? അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അസുഖത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിച്ച് അവരെ നമ്മൾ ആ ഒരു ഭക്ഷ്യ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ പ്രായം ആയവരിൽ ഇപ്പോൾ കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ D3 പോലുള്ള കാര്യങ്ങളുടെ കാര്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അത് പൊതുവേ കേരളത്തിൽ അങ്ങനെ ആ സമയത്ത് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരിൽ ആ സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അത് ചില ആൾക്കാർ സപ്ലിമെൻറ്റ്സ് ആയിട്ട് തന്നെ പ്രത്യേകിച്ച് ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എടുക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അത് എത്രമാത്രം ആശാസ്യമാണെന്നുള്ളതാണ്. അത് ശാസ്ത്രീയമായ രീതിയല്ല. ഒരു സപ്ലിമെൻറ്റ്സും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഓസ്റ്റിയോപ്രോസസ് പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ വിറ്റാമിൻ D ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ചിലർ ഓടി ചെല്ലും, മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് വൈറ്റമിൻ D ടാബ്ലറ്റ്സ് മേടിച്ച് കഴിക്കുക. നമ്മുടെ വൈറ്റമിൻ D എത്രയാണ്, നമുക്ക് എത്ര മില്ലിഗ്രാം വൈറ്റമിൻ D വേണം പെർ വീക്ക് എന്നുള്ളത് നമ്മുടെ വാല്യൂ നോക്കിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടറിനെ അറിയും. നമ്മൾ ഇതിന് മുമ്പ് എന്ത് മെഡിസിൻസ് എടുക്കുന്നു, നമുക്ക് മറ്റെന്ത് അസുഖമുണ്ട്, ഇതെല്ലാം നമ്മളൊരു മെഡിസിൻ കഴിക്കുമ്പോൾ അതിനെ ബാധിക്കുന്ന കാര്യമാണ്. സോ
സ്വയമായ ആരും തന്നെ ഒരു സപ്ലിമെൻസും എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് ഞാൻ. എന്ത് കാര്യവും നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയുടെ സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ മുതിർന്ന പൗരന്മാരോട് എന്താണ് നമുക്ക് ഒരു കൺക്ലൂഡിങ് ടിപ്സ് എന്നുള്ള അല്ലെങ്കിൽ കൺക്ലൂഡിങ് ആയിട്ട് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയാം. പ്രായമെന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ്. എനിക്ക് വയസ്സായി എന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ പ്രായമാകത്തുള്ളൂ. എനിക്ക് പ്രായമായില്ല എന്ന് ഞാൻ എത്രത്തോളം കാലം വിചാരിക്കുന്നു അത്രത്തോളം കാലം ഞാൻ യങ് തന്നെയാണ്. അതൊരു കാര്യം. പക്ഷേ നമ്മൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോഷകമൂല്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ആവശ്യമായ രീതിയിൽ, ഓവർ ഈറ്റിംഗ് ആവശ്യമില്ല, അണ്ടർ ഈറ്റിങ്ങും പാടില്ല. മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക, ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതായത് ഭക്ഷണം, വെള്ളം, വ്യായാമം, ഉറക്കം. നമ്മൾ വിട്ടുപോയ ഒരു കാര്യം ഉറക്കമില്ലായ്മയാണ്. ഇപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു നോക്കുന്നെങ്കിൽ ഉറക്കമില്ലായ്മ കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെയുണ്ട്. അതിന് പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് സ്ക്രീൻ ടൈമിങ്ങിൻ്റെ ഇൻക്രീസാണ്. അപ്പോൾ സ്ക്രീൻ ടൈമിംഗ് കുറയ്ക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 9.5 മണിക്കെങ്കിലും വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഉറക്കം അനിവാര്യമായ ഒരു ഘടകമാണ്. ഉറക്കം, വ്യായാമം, വെള്ളം, ഭക്ഷണം, ഇത് ക്രമമായ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു ഓൾഡ് ഏജ് എന്ന് പറയുന്ന സംവിധാനം ഇല്ല. നമുക്ക് എല്ലാവർക്കും സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് ജീവിക്കാം. അപ്പോൾ എല്ലാവരും കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കട്ടെ. പ്രായം വെറും ഒരു നമ്പർ മാത്രമായിരിക്കട്ടെ. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ശ്രീമതി ശുഭശ്രീ പ്രശാന്തിന് നന്ദി. മുതിർന്ന പൗരന്മാരും പോഷകാഹാരവും ന്യൂട്രീഷനിസ്റ്റായ ശുഭശ്രീ പ്രശാന്തുമായി മനീഷ് എം പി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സായന്തനം സമാപിച്ചു.